ഈ സത്കർമ്മങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മളും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ചെറുതൊക്കെ ഇതിൻ്റെ അടിയിലൂടെയായിട്ട് ഞാൻ പറഞ്ഞു പോയിപ്പോൾ സദഖ വർദ്ധിപ്പിക്കുക, തസ്ബീഹ്, തഹ്ലീൽ, ഖുർആൻ പാരായണം, നല്ല മനസ്സ് സൃഷ്ടിച്ചെടുക്കുക, ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും നല്ല രീതിയിൽ വർത്തിക്കുക, നോമ്പ് പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനതിൻ്റെ ഹദീസുകളിലേക്കൊന്നും കിടക്കണില്ല. മാമിൻ അഅ്മാലിൻ അഹബ്ബു ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ പരിശുദ്ധമാം ഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ദിവസം നിർവഹിക്കുന്നതിനേക്കാൾ മറ്റൊന്നില്ലെന്ന് വിവിധ രീതിയിലുള്ള ഹദീസുകൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം നോമ്പിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു ഈ 9 ദിവസങ്ങളിൽ എന്നും നമുക്ക് ഹദീസിൽ കാണാം. പ്രത്യേകിച്ച് അറഫ ദിവസത്തിൽ, അടുത്ത വെള്ളിയാഴ്ചയാണ് അത് സംഭവിക്കുക. നമ്മുടെ നാട്ടിലുള്ള അറഫ, നമ്മുടെ നാട്ടിലുള്ള ദുൽഹജ്ജ് 9 അനുസരിച്ചാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അത് മറ്റൊരു ചർച്ചയാണ്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോൾ കുറേ ഹദീസുകളിലുള്ളത് അഭിമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഈ ഒരു 10 ദിവസം നിർവഹിക്കുന്ന അമലിനേക്കാൾ പുണ്യകരമായി മറ്റ് അമലുകളില്ല എന്നാണ്. പാപം പൊറുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകമായ തസ്ബീഹുകൾ കുറേ കിതാബിലുണ്ട്. കുറേ മഹാന്മാരാകുന്ന പൂർവികന്മാർ ഒരു 10-15 എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി. ദുൽഹജ്ജ് 10 പ്രത്യേകതകൾ മാത്രം പറയുന്ന കിതാബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്നലെ ഒരു 100 പേജുള്ള അങ്ങനത്തെ ഒരു കിതാബ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ദുൽഹജ്ജ് 10 പ്രത്യേകത മാത്രം പറയുന്ന 10-20ഓളം കിതാബുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്നുകൂടെ നമ്മൾ ഡീപ്പായിട്ട് പരിശോധിച്ചാൽ വേറെയും കുറേ കാണും. നമ്മൾ മനസ്സിലാക്കാതെ അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഇപ്പോൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തെക്കുറിച്ചാണ് ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്ര വിജയകരമായി അവസാനിക്കാൻ നമ്മുടെ പൂർവിക പിതാവ് ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും ആദ്യ ഭവനമാകുന്ന നമ്മുടെ അടിസ്ഥാന തറവാട്ടിലേക്ക് ഉള്ള യാത്രയിൽ നമ്മെ സപ്പോർട്ട് ചെയ്യാൻ, പിന്തുണക്കാൻ, നമ്മളെ കൈപിടിച്ച് നയിക്കാൻ ഇത്തരം സന്ദർഭങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് എൻ്റെ ആത്മാവിനോടും പ്രിയപ്പെട്ട ശ്രോതാക്കളോടും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.